നമസ്കാരം. ശ്രീകൃഷ്ണ ഡിവൈനിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. 2026 ജനുവരി 26 മുതൽ ഫെബ്രുവരി 1 വരെയുള്ള കാലയളവിലെ പൊതുവായ ഭാരഫലം നമുക്ക് നോക്കാം. കൃത്യമായ ഫലം അവരുടെ ജാതകത്തിലെ ദശാപഹാരങ്ങളെ അനുസരിച്ചും ജനനസമയത്തെ ഗ്രഹസ്ഥിതികൾക്കനുസരിച്ചും വ്യത്യാസപ്പെട്ടിരിക്കും. ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരത്തിന് സ്ക്രീനിൽ പറയുന്ന നമ്പറുമായി ബന്ധപ്പെടുക. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാർക്ക് ഈ ആഴ്ച നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിൽപരമായി വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. കർമ്മരംഗത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരും. സാമ്പത്തിക നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിലും വരവിനേക്കാൾ ചെലവ് അധികരിക്കും. മാനസിക സംതൃപ്തി ഉണ്ടാകും. നിങ്ങളുടെ മക്കളുടെ സമ്മാനദാന ചടങ്ങിലേക്ക് ക്ഷണം ലഭിക്കും. അടുത്തിടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവർക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ കാലയളവിൽ അവരുടെ ആഗ്രഹപ്രകാരം വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് യഥാവിധി വഴിപാട് നടത്തുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. കാർത്തിക അവസാന മുക്കാല്, രോഹിണി, മകീരം ആദ്യ പകുതി ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാർക്ക് സമ്മിശ്ര ഫലം പ്രതീക്ഷിക്കാം. ബിസിനസ് മേഖലയുള്ളവർക്ക് മികച്ച ലാഭം പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും. പങ്കാളിയുമായി നല്ല ബന്ധം നിലനിർത്താൻ ശ്രദ്ധിക്കണം. യാത്രകളിൽ ജാഗ്രത പാലിക്കുക. ഭൂമി സംബന്ധമായ കാര്യങ്ങൾക്ക് അനുകൂല തീരുമാനങ്ങൾ ഉണ്ടായേക്കാം. ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ വേണം. വിദ്യാർത്ഥികൾ മത്സര പരീക്ഷയിൽ ഉയർന്ന വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മിക്ക് നെയ്വിളക്ക് കൊളുത്തുന്നത് ഐശ്വര്യം ലഭിക്കും. മകീരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാർക്ക് അനുകൂല സമയമാണ്. തൊഴിൽപരമായ കാര്യങ്ങളിൽ ഉന്മേഷമുണ്ടാകും. ആത്മവിശ്വാസം വർദ്ധിക്കും. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. പിതൃകുടുംബത്തിൽ നിന്നും ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് തുടങ്ങാൻ അനുയോജ്യമായ സമയമാണ്. വിദ്യാർത്ഥികൾക്ക് കായിക രംഗത്തെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. ബുധനാഴ്ച ദിവസം വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതോ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നതോ ഉത്തമമാണ്. പുണർദം അവസാന കാല്, പൂയം, ആയില്യം ഉൾക്കൊള്ളുന്ന കർക്കിടക കൂറുകാർക്ക് സമ്മിശ്ര ഫലമാണ് കാണുന്നത്. ജോലിസ്ഥലത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും. സാമ്പത്തിക സ്ഥിതിയിൽ പുരോഗതി ഉണ്ടാകും. ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കുക. ചെലവുകൾ നിയന്ത്രിക്കുക. കുടുംബ അസ്വാരസ്യങ്ങൾ പരിഹരിക്കപ്പെടും. മാനസികമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾ പഠനത്തിൽ കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ ധാര വഴിപാടായി നടത്തുന്നത് മനഃശാന്തി നൽകും. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാർക്ക് സമ്മിശ്ര ഫലം പ്രതീക്ഷിക്കാവുന്നതാണ്. ആഴ്ചയുടെ പകുതിക്ക് ശേഷം കാര്യങ്ങൾ അനുകൂലമാകും. ആഗ്രഹിച്ച കാര്യങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും. മക്കളുടെ കാര്യങ്ങൾ സന്തോഷമുണ്ടാകും. ആരോഗ്യകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ വേണം. കടബാധ്യതകൾ കുറയ്ക്കാൻ സാധിക്കും. പ്രണയകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. ഇന്റേൺഷിപ്പിന് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ശുഭമായിരിക്കും. ദിവസവും ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുന്നതോ സൂര്യഭഗവാനെ വന്ദിക്കുന്നതോ ചെയ്യുന്നത് ഊർജം നൽകും. ഉത്രം അവസാന മുക്കാല്, അത്തം, ചിത്തിര ആദ്യ പകുതി ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാർക്ക് സമ്മിശ്ര ഫലം പ്രതീക്ഷിക്കാം. ജോലിയിൽ പുതിയ സ്ഥാനലബ്ധിക്ക് സാധ്യതയുണ്ട്. തടസ്സങ്ങളെ അതിജീവിക്കാൻ കഴിയും. ബിസിനസ്സിൽ ലാഭം പ്രതീക്ഷിക്കാം. ബന്ധുക്കളുടെ സഹായം ലഭിക്കും. സാമ്പത്തിക ബാധ്യത തുടരും. വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ്. മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഭാഗ്യം തുണക്കും. ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാർക്ക് സമ്മിശ്ര ഫലങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിൽ രംഗത്ത് വിജയം ലഭിക്കുമെങ്കിലും ധനതടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. വായ്പാ ശ്രമങ്ങൾ പരാജയപ്പെട്ടേക്കാം. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിർത്താൻ സാധിക്കും. വെള്ളിയാഴ്ച ദിവസം ലളിതാ സഹസ്രനാമം ജപിക്കുന്നതോ ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതോ ഉത്തമമാണ്. വിശാഖം അവസാന കാല്, അനിഴം, തൃക്കേട്ടക ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാർക്ക് സമ്മിശ്ര ഫലം പ്രതീക്ഷിക്കാം. ആധ്യാത്മിക കാര്യങ്ങൾ താല്പര്യം വർദ്ധിക്കും. ഈശ്വര പ്രാർത്ഥനകളിലൂടെ ആശ്വാസം ലഭിക്കും. സംസാരത്തിൽ നിയന്ത്രണം വേണം.
അനാവശ്യമായ തർക്കങ്ങൾ ഒഴിവാക്കുക. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ജാഗ്രത വേണം. വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ പ്രയത്നം വേണ്ടിവരും. കർമ്മരംഗത്ത് അംഗീകാരം ലഭിക്കും. ആലോചിക്കാതെ പണം കടം കൊടുക്കരുത്. ഉന്നത വിദ്യാഭ്യാസം നേടുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച നല്ലതായിരിക്കും. ശനിയാഴ്ച അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുന്നത് ദോഷഫലം കുറയ്ക്കും. മൂലം, പോരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം ഉൾക്കൊള്ളുന്ന ധനുക്കൂറുകാർക്ക് നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. കാര്യവിജയം, അംഗീകാരം, സ്ഥാനക്കയറ്റം എന്നിവ കാണുന്നു. തൊഴിൽ രംഗത്ത് മേലധികാരികളിൽ നിന്നും പിന്തുണ ലഭിക്കും. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്ന സമയമാണ്. ബന്ധുക്കളുമായി ഒത്തുചേരാൻ അവസരം ലഭിക്കും. ആരോഗ്യസ്ഥിതി തൃപ്തികരമായിരിക്കും. വിദ്യാർത്ഥികൾ നിങ്ങളുടെ കഠിനാധ്വാനത്തിനനുസൃതമായി പരീക്ഷകളിൽ ഗ്രേഡ് നേടും. വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി പാൽപ്പായസം വഴിപാടായി നടത്തുന്നത് ഉത്തമമാണ്. ഉത്രാടം അവസാന മുക്കാല്, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാർക്ക് നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ടു പോകും. കോടതി വ്യവഹാരങ്ങളിൽ വിജയത്തിന് സാധ്യത കാണുന്നു. പ്രവർത്തനങ്ങളിൽ ഉത്സാഹമുണ്ടാകും. സാമ്പത്തിക നില ഭദ്രമായിരിക്കും. ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക. ആരോഗ്യസ്ഥിതി തൃപ്തികരമായിരിക്കും. വ്യക്തിപരമായും തൊഴിൽപരമായും സന്തുലിതാവസ്ഥ നിലനിർത്താൻ വിജയിക്കും. വിദ്യാർത്ഥികൾ മത്സര പരീക്ഷയിൽ വിജയിക്കാൻ സാധ്യത കാണുന്നു. ശനിയാഴ്ച ശാസ്താവിന് നീരാഞ്ജനം കൊളുത്തുന്നത് ഉത്തമമാണ്. അവിട്ടം അവസാന പകുതി, ചതയം, പൊരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാർക്ക് നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ധനയോഗം, ശത്രുക്ഷയം എന്നിവ കാണുന്നു. ആഴ്ചയുടെ അവസാനത്തിൽ അനുകൂലമായ വാർത്തകൾ ലഭിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും ആശ്വാസം ലഭിക്കും. ബന്ധുക്കളെ കണ്ടുമുട്ടാൻ അവസരം ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് പുതിയ കോഴ്സുകളിലേക്ക് പ്രവേശനം ലഭിക്കാൻ സാധ്യതയുണ്ട്. ശനിയാഴ്ച അയ്യപ്പ ക്ഷേത്രത്തിൽ എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാർക്ക് സമ്മിശ്ര ഫലം പ്രതീക്ഷിക്കാം. പ്രവർത്തന രംഗത്ത് അലച്ചൽ അനുഭവപ്പെട്ടേക്കാം. എങ്കിലും വലിയ പ്രതിസന്ധികൾ ഉണ്ടാവില്ല. സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത വേണം. പുതിയ സംരംഭം തുടങ്ങാൻ ആലോചിക്കുന്നവർക്ക് സമയം അനുകൂലമല്ല. വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂല വാർത്തകൾ ലഭിക്കും. കുടുംബത്തിൽ മംഗളകർമ്മം നടക്കാൻ സാധ്യത കാണുന്നു. വിദ്യാർത്ഥികൾക്ക് അവരാഗ്രഹിക്കുന്ന കോളേജുകളിൽ പ്രവേശനം ലഭിക്കാൻ സാധ്യതയുണ്ട്. വ്യാഴാഴ്ച ദക്ഷിണാമൂർത്തിക്ക് മഞ്ഞപ്പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വിദ്യയിലും ജോലിയിലും ഉന്നതി ലഭിക്കാൻ ഉത്തമമാണ്. എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.